കൈത്താക്കാരം 6-ാം തിങ്കൾ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. പത്രോസിന്റെ വിശ്വാസപ്രഖ്യാപനം. യോനായുടെ പുത്രനായ ശിമിയോൻ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ്. അതോടെ അവന്റെ പേര് മാറ്റപ്പെട്ടു. നീ ഇനി മുതൽ പത്രോസ് എന്ന് വിളിക്കപ്പെടും. ഈ പാറമേൽ ഞാൻ എന്റെ പള്ളി പണിയും. നരകകവാടങ്ങൾ അതിനെതിരായി പ്രബലപ്പെടുകയില്ല. നീ ഭൂമിയിൽ ബന്ധിച്ചതെല്ലാം സ്വർഗ്ഗത്തിലും ബന്ധിക്കപ്പെടും. യേശു ദൈവപുത്രൻ എന്നുള്ള തിരിച്ചറിവ് മാനുഷികമല്ല, അത് സ്വർഗ്ഗത്തിൽ നിന്നും സൗജന്യമായി നൽകപ്പെടേണ്ടതാണ്. ആത്മാവിന്റെ പ്രചോദനങ്ങളോട് സഹകരിക്കുന്നവർക്കൊക്കെ ലഭിക്കപ്പെടുന്ന വരമാണത്. പേര് കൊണ്ടോ തറവാട്ട് മഹിമ കൊണ്ടോ സ്ഥാനമാനങ്ങൾ കൊണ്ടോ ആരും അത് കരസ്ഥമാക്കുന്നില്ല. അവന്റെ സഭ സ്ഥാപിക്കപ്പെടാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഏക പാറയാണ് പത്രോസ്. നരക കവാടങ്ങൾ എത്രയോ തവണ അതിനുമേൽ ആഞ്ഞടിച്ചു. 12 പേരിൽ നിന്ന് ആരംഭിച്ച സഭ ഇപ്പോൾ 120 കോടിയിലധികമായി വളർന്നു. പുളിമാവ് ലോകത്തെ പുളിപ്പിക്കുന്ന പോലെ, കടുകുമണി പടർന്ന് പന്തലിക്കുന്ന പോലെ എല്ലാ പ്രതിസന്ധികളെയും അത് അതിജീവിച്ചു കൊണ്ടേയിരിക്കുന്നു. അതിനുശേഷം എത്രയോ പ്രബല സാമ്രാജ്യങ്ങൾ ഉദയം ചെയ്തു. ദൈവത്തിന്റെ സഭ മാത്രം 2000 വർഷങ്ങൾക്ക് ശേഷവും ഇന്നും നിലനിൽക്കുന്നു. പത്രോസിന്റെ സഭയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ക്രിസ്തുവിന്റെ സഭയുടെ താക്കോൽ. കാരണം അത് നൽകിയത് യേശുവാണ്. മറ്റ് സഭകളെല്ലാം മനുഷ്യനിർമ്മിതമാണ് എന്നും ഇന്നത്തെ സുവിശേഷം നമ്മെ അനുസ്മരിക്കുന്നു.